കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗമാണ്. യേശുവിനോടൊപ്പം ആയാൽ ജീവിതം മാറും. ഒരു മനുഷ്യൻ ദുഷ്ടാത്മാവിന്റെ പിടിയിലായിരുന്നു. അവൻ വസ്ത്രം ധരിക്കാതെ കല്ലറകളുടെ ഇടയിൽ താമസിച്ചു. പലപ്പോഴും ആളുകൾ അവനെ ബന്ധനങ്ങളിൽ ആക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൻ ചങ്ങലകൾ പൊട്ടിച്ചു കളയുമായിരുന്നു. അവന്റെ ജീവിതം ഭയത്തിന്റെയും ഏകാന്തതയുടെയും വേദനയുടെയും ജീവിതമായിരുന്നു. അപ്പോഴാണ് യേശു അവന്റെ അടുത്തേക്ക് ഒന്ന് എത്തുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചു. യേശു അവനിൽ നിന്ന് ദുഷ്ടാത്മാവിനെ പുറത്താക്കി. അതിനുശേഷം ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നതായി ജനങ്ങൾ കണ്ടു. എത്ര വലിയ മാറ്റം! യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് അവൻ സമൂഹത്തിൽ നിന്ന് അകന്നവനായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ സമാധാനമുള്ളവനായി. അവന്റെ ജീവിതത്തിന് വീണ്ടും പ്രതീക്ഷ ലഭിച്ചു. വചനം നൽകുന്ന സന്ദേശം, ഈ സുവിശേഷം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: യേശുവിന് ഒരു മനുഷ്യന്റെയും ജീവിതം മാറ്റിമറിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഭയം, നിരാശ, പാപം, കോപം, ഏകാന്തത, ദുഃഖം എന്നിവ നമ്മെ ബന്ധിച്ചേക്കാം. മറ്റുള്ളവർക്ക് നമ്മെ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ നമ്മുടെ അവസ്ഥ എന്തു തന്നെയായാലും യേശു നമ്മെ ഉപേക്ഷിക്കുന്നില്ല. ആ മനുഷ്യനെ സമൂഹം അകറ്റി നിർത്തിയപ്പോൾ തേടി വരുന്നു. സൗഖ്യം ലഭിച്ച മനുഷ്യനോട് യേശു പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതെല്ലാം അറിയിക്കുക. അതുകൊണ്ട് യേശുവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നവർ ആ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. നമ്മുടെ മാറിയ ജീവിതം തന്നെയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ സാക്ഷ്യം. ഇന്ന് നമുക്ക് യേശുവിനോട് പറയാം, കർത്താവേ, എന്നെ നീ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. എന്റെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ. കരുണാമയനായ ഈശോയെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, പാപബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ആരും മനസ്സിലാക്കാത്ത എന്റെ ഹൃദയത്തിന്റെ വേദനകൾ നീ അറിയണമേ. എന്റെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ. എന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. എന്റെ ജീവിതം നിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും സാക്ഷ്യമാക്കണമേ. ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ